വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബഷീറിന്റെ പിതാവിന്റെ പേര്? ഉത്തരം കായി അബ്ദുറഹ്മാൻ. ബഷീറിന്റെ മാതാവിന്റെ പേര്? ഉത്തരം കുഞ്ഞാത്തുമ്മ. ബഷീറിന്റെ ഭാര്യയുടെ പേര്? ഉത്തരം ഫാബി ബഷീർ. ബഷീറിന്റെ ഭാര്യയുടെ യഥാർത്ഥ പേര്? ഉത്തരം ഫാത്തിമ ബീവി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 5. ബേപ്പൂരിൽ ബഷീർ താമസിച്ചിരുന്ന വീടിന്റെ പേരെന്തായിരുന്നു? ഉത്തരം വയലാലിൽ വീട്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ബഷീർ തന്നെ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. ബഷീറിന് ഡി.ലിറ്റ് നൽകിയ സർവകലാശാല ഏത്? ഉത്തരം കോഴിക്കോട് സർവകലാശാല. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? ഉത്തരം സോജ രാജകുമാരി. ബഷീറിന്റെ ജന്മനാടായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോട്ടയം. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിന്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഉത്തരം ഇമ്മിണി ബല്യ 1. കൊച്ചുനീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? ഉത്തരം മുച്ചിട്ടുകളിക്കാരന്റെ മകൾ. കുത്തിനി ഹാലിട്ടലിത്താപ്പോ സഞ്ചിനി ബാലിക്കലുട്ടാപ്പി ബഷീറിന്റെ ഏത് നോവലിലാണ് ഈ പാട്ട് ഉള്ളത്? ഉത്തരം എന്റുപ്പപ്പാക്കൊരാനുണ്ടായിരുന്നു. ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉത്തരം ഉജ്ജീവനം. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏത്? ഉത്തരം ബാല്യകാല സഖി. ബഷീർ എഴുതിയിട്ടുള്ള നാടകത്തിന്റെ പേരെന്താണ്? ഉത്തരം കഥാബീജം. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിലായിരുന്നു? ഉത്തരം പ്രഭ. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം.
ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് നോവലിലാണ്? ഉത്തരം മതിലുകൾ. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം എൻ്റെ ഉപ്പപ്പാക്കൊരാനയുണ്ടായിരുന്നു. ബഷീറിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി? ഉത്തരം നേരും നുണയും. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ്? ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി? ഉത്തരം ഒഴിഞ്ഞ വീട്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലേതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏത്? ഉത്തരം തേന്മാവ്. ബഷീർ രചിച്ച് വി ഡി നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ഉത്തരം നേരും നുണയും. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏത്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര്? ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? ഉത്തരം പ്രേം പാറ്റ. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി? ഉത്തരം യാ ഇലാഹി. ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിന്റെ എടിയെ. ബഷീറിന്റെ ആദ്യ കഥയായ എന്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം? ഉത്തരം ജയ കേസരി. ബഷീറിനെ കുറിച്ച് ONV കുറുപ്പ് രചിച്ച കവിത ഏത്? ഉത്തരം എന്റെ ബഷീർ. ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ്? ഉത്തരം EM അഷ്റഫ്. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിന്റെ രചയിതാവ്? ഉത്തരം MN കാരശ്ശേരി. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ഉത്തരം ബാലാമണി അമ്മ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജി. MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം ഏകാന്ത വീഥിയിലെ അവധൂതൻ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര്? ഉത്തരം കടുവക്കുഴി ഗ്രാമം. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? 1977. ബഷീറിന്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം? 1973. ബഷീറിന്റെ എന്റുപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? 1951. ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിനകവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എന്നാണ്? 2009 ജനുവരി 1. ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1987.
ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1983. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം 1930. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1954. ശിങ്കിടി മുങ്കൻ ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1991. ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1946. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം. ഉത്തരം 1993. ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1968. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത്? ഉത്തരം 1982. ബഷീറിൻ്റെ മുച്ചിട്ടുകളിക്കാരൻ്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1951. ബഷീറിൻ്റെ MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1991. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1959. ബഷീറിൻ്റെ വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1948. ബഷീറിൻ്റെ താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1968. ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ടു. ബഷീറിൻ്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ. ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ്? ഉത്തരം 1924 വൈക്കം സത്യാഗ്രഹം. ബഷീർ അന്തരിച്ച വർഷം. ഉത്തരം 1994 ജൂലൈ 5.